നമസ്കാരം, ജയ് ഭീം. ഞാൻ സുധീർ കുമാർ, ചാനൽ ചോദ്യ സംസ്കൃതി. ഞാൻ ആദ്യം ഇന്നത്തെ ഒരു പത്രവാർത്തയല്ല, പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. ഒരാളുടെ കാഴ്ചപ്പാടിൽ തീവ്രവാദിയായ ആൾ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരിക്കാമെന്ന മുത്തങ്ങ കേസിലെ വിധി പ്രസ്താവത്തിനിടെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ഓരോ കുറ്റകൃത്യവും ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് സംഭവിക്കുന്നത്. ചിലത് ന്യായീകരിക്കാവുന്നതായി തോന്നിയേക്കാം. എന്നിരുന്നാലും നിയമം ഒരു വ്യക്തിയെയോ സംഘത്തെയോ അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, കോടതി പറഞ്ഞു. ഇതാണ് കാതലായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗീതാനന്ദൻ മാഷും അടക്കമുള്ള 4 പേരെ, ഗീതാനന്ദൻ മാഷും മറ്റ് 3 പേര്, 3 സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. ഇവരെ കോടതി 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. എന്തിനാണ് ശിക്ഷിച്ചത്? ഒരു പോലീസുകാരൻ, വിനോദ് എന്നു പേരുള്ള ഒരു പോലീസുകാരൻ പോലീസിന്റെ എമർജൻസിക്കിടയിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ കൊല്ലപ്പെട്ടതിന് സാക്ഷികളൊന്നുമില്ല. കൊല്ലപ്പെട്ടു, അത് ഇവരുടെ ആദിവാസികളുടെ ആക്രമണം മൂലമാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഗൂഢാലോചന നടത്തി, കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന 4 പേര് ശിക്ഷിച്ചിരിക്കുന്നത്. കോടതിയുടെ കാര്യമായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ വേറെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗൂഢാലോചനയ്ക്കുള്ള സമയം, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊന്നില്ല, ഗൂഢാലോചന നടത്തി കൊല്ലാതെ വിട്ടു. കോടതി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അത് ഇനിയുള്ള അപ്പീലിൻ്റെ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി വിധിയായിട്ട് പുറത്തേക്ക് വരട്ടെ. അപ്പീൽ പോകാമല്ലോ. അതിനുള്ള സാഹചര്യങ്ങൾ ഇന്നലെ കൂടിയ ഒരു കൂട്ടം നേതാക്കന്മാർ ഇന്നലെ സംസാരിച്ച് അതിനൊരു തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു വ്യക്തിയെയോ സംഘത്തെയോ അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘം അവരുടെ ഉത്തരവാദിത്വം, അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. ഇവിടെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനോ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനോ ഒന്നുമല്ല ബഹുമാനപ്പെട്ട ഗീതാനന്ദൻ മാഷും CK ജാനും അടങ്ങുന്ന ഗോത്ര വിഭാഗം സമരം ചെയ്തത്. അവരുടെ ഭൂമി, അവരുടെ തനതായ ആവാസ വ്യവസ്ഥയിലുള്ള ഭൂമിക്ക് വേണ്ടി, കുടിലിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി ചെയ്ത ഒരു സമരം. അപ്പൊ സർക്കാരിന്റെ ഉത്തരവാദിത്വം എവിടെയാണ്? സർക്കാരാണല്ലോ ഇവിടെ എല്ലാം ഇങ്ങനെ കൊടുത്ത് എല്ലാം ഭയങ്കരമായിട്ട്, ഇപ്പൊ 10 വർഷം ഇടതുപക്ഷം അങ്ങോട്ട് സ്വർഗ പുഴ ഒഴുക്കിയിരുന്നൊരു സ്ഥലം ഇനിയിപ്പോ UDF വന്നു കഴിഞ്ഞിട്ട് മറ്റു തേനും പാലും ഒഴുക്കാൻ പോകുന്നൊരു സ്ഥലം. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവനവന്റെ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്ത കുറ്റത്തിന് അത് തന്നെയാണ്. സമരം ചെയ്യാൻ പാടില്ല, നീയൊന്നും അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല, നീയൊന്നും ഇവിടത്തെ മനുഷ്യവർഗങ്ങളെയല്ല, മനുഷ്യകുലത്തിൽ പെടുന്നതേയല്ല,
ഇവിടുത്തെ ദലിതനും ആദിവാസിയൊന്നും നിനക്കൊന്നും ചോദിക്കാനുള്ള അവകാശം പോലുമില്ല. ഈ ഒരു വിധി വന്നു കഴിഞ്ഞിട്ട് ഇവിടത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മിണ്ടിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? വിനോദിന്റെ സഹോദരൻ അത് ശിക്ഷ വളരെ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വിഷമം അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് ഇത്തരം സമരങ്ങളിലേക്ക് ദലിതരും ആദിവാസികളും കടന്നു പോകേണ്ടി വരുന്നത് എന്ന് എപ്പോഴെങ്കിലും കോടതിയോ സർക്കാരുകളോ ആലോചിച്ചിട്ടുണ്ടോ? കോടതിക്കും ആലോചിക്കാമല്ലോ. ഈ ഇത്തരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരം, ആ സമരത്തിൽ കോടതിക്ക് ഇടപെട്ട് പറയാമായിരുന്നല്ലോ, അവർക്ക് ആദിവാസികൾക്ക് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള, എത്ര വരെ അർഹിക്കുന്ന 25 ഏക്കർ വരെ കൃഷിഭൂമി, കൃഷി ചെയ്യാവുന്ന അത് കൊടുക്കാനായിട്ട് കോടതിക്ക് പറയാമായിരുന്നല്ലോ. കോടതി പല പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ കോടതി പറഞ്ഞതൊന്നും കേൾക്കാനായിട്ട് ഇവിടുത്തെ LDF ഗവൺമെന്റോ UDF ഗവൺമെന്റോ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതുവരെ എങ്ങനെയാണ് വിനോദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്താനായിട്ട് ഇതുവരെ ഇവിടത്തെ ഒരു സംവിധാനത്തിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്താനായിട്ട് ഇവിടുത്തെ സർക്കാരിനും, ഇവിടുത്തെ സർക്കാർ എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ ആയല്ലോ, കോടതിക്കും കഴിഞ്ഞു എന്നുള്ളത് എത്രത്തോളം വിരോധാഭാസമാണെന്നുള്ളത് സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഗീതാനന്ദ മാഷിനെ പോലെയുള്ള ഒരു വ്യക്തി സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള, തികച്ചും മനുഷ്യസ്നേഹിയായിട്ടുള്ള ആ ഒരു വ്യക്തി ഗൂഢാലോചന നടത്തി ഒരു പോലീസുകാരനെ കൊല്ലാൻ വേണ്ടും തയ്യാറായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നവൻ മറ്റാരെങ്കിലും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തോട് അല്പം പോലും താല്പര്യമില്ലാത്ത മറ്റെന്തോ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിലായിരിക്കും ഇത് വന്ന് ചേർന്നിട്ടുണ്ടാവുക. ഇനി അതവിടെ നിൽക്കട്ടെ. ഈ മുത്തങ്ങ സംഭവത്തിൽ വെടിയേറ്റ് മരിച്ച ഒരു ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസിയുണ്ട്. കോടതി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം ഈ ജോഗിയെ കുറിച്ച് നടത്തിയോ? കേസെടുത്തിട്ടുണ്ടോ എന്നോ അന്വേഷണം നടത്തിയോ എന്നോ അങ്ങനെ അടങ്ങുന്ന ഒരു FIR ഇട്ടു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കണ്ട കാലത്തിന് ഇപ്പുറം ഒരു കേസന്വേഷണം അതിനകത്ത് നടന്നു. ജോഗി അണ്ണന് കിട്ടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യക്തി സർക്കാരിന്റെ വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രിവിലേജ് ഇവിടുത്തെ സർക്കാർ ചെയ്തോ എന്ന് കോടതി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം? കേരളത്തിലെ, ഇന്ത്യയിലെ ആദിവാസികളും ദലിതരും എന്താണ് മനസ്സിലാക്കേണ്ടത്? കോടതിക്ക് പോലും ഞങ്ങൾ അന്യമാണ്. കോടതിക്ക് പോലും ഞങ്ങളെ കുറിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യങ്ങളും കോടതിക്ക് അറിയേണ്ടതില്ല. അവിടെ ആദിവാസികളായിട്ടുള്ള കുറെ ആളുകൾ ദലിതരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ സംഘപരിവാറിന് എപ്പോൾ തോന്നിയാലും തല്ലാൻ വേണ്ടിയുള്ള, കൊല്ലാൻ വേണ്ടിയുള്ള, ഭേദ്യം ചെയ്യാനുള്ള, ബലാത്സംഗം ചെയ്യാനുള്ള, തുണിയില്ലാതെ നടത്താനുള്ള ഒരു വിഭാഗമായിട്ട് കോടതി പോലും ഞങ്ങളെ ഇതേ രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണോ എന്ന് സത്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. CK ജാനു പറഞ്ഞതുപോലെ ഒരു പട്ടിയെ കല്ലെറിഞ്ഞെങ്കിൽ ചോദ്യം ചെയ്യാൻ നിയമമുള്ള ഈ നാട്ടില് ദലിതരും ആദിവാസികളും എല്ലാം കൊല്ലപ്പെടുമ്പോഴും
എന്തിന് ആൾക്കൂട്ട കൊലകൾ വരെ നടന്നില്ലേ? ആര് ചോദിക്കാനുണ്ട്? ആര് പറയാനുണ്ട്? ഇനി സർക്കാരുകൾ ചോദിക്കാതിരിക്കുന്നത്, കോടതികൾ ചോദിക്കാതിരിക്കുന്നത്, മറ്റ് നിയമ സംവിധാനങ്ങൾ ചോദിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഞങ്ങളെപ്പോലെ ആരെങ്കിലും അത് ചോദ്യം ചെയ്യാൻ നിന്നാൽ ഞങ്ങളെയും തീവ്രവാദികളാക്കി മാറ്റി ജയിലിലടയ്ക്കാൻ വേണ്ടി തന്നെയല്ലേ ഇത്തരത്തിലുള്ളൊരു നീക്കം ഈ ഭരണകൂടങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളും ഈ നാട്ടിലെ മനുഷ്യരല്ലേ? ഞങ്ങളും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളല്ലേ? ഞങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞ് കാല് പിടിച്ച് വോട്ട് വാങ്ങിച്ച് നിങ്ങൾ പോയി അവിടെ കസേരപ്പുറത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാടമ്പിയാവുകയും വീണ്ടും ഞങ്ങൾ അടിയാന്മാരാകുകയും ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥിതി ഇനിയെങ്കിലും മാറ്റാനായിട്ട് ഇവിടുത്തെ തമ്പ്രാക്കന്മാര് ഒന്ന് തയ്യാറാവണ്ടേ? അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗതിമുട്ടിയ ഇവിടുത്തെ ഈ ജനവിഭാഗം തയ്യാറാകുമ്പോൾ ഇവരെ എല്ലാം ഉന്മൂലനം ചെയ്യാം എന്നൊരു കാഴ്ചപ്പാടാണോ ഇവിടുത്തെ സവർണ മാടമ്പി ഭരണകൂടത്തിനുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുകയല്ല, ചോദിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വ്യക്തമായിട്ടുള്ള പ്രതിഷേധം, ചോദ്യ സംസ്കൃതിയുടെ വലിയൊരു പ്രതിഷേധം ഞാനിവിടുത്തെ ഭരണകൂടത്തെ അറിയിക്കുകയാണ്. കോടതിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. കോടതിക്ക് തൂക്കിക്കൊല്ലാനായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ കോടതിയെ തൂക്കിക്കൊല്ലാം, കോടതിക്ക് തൂക്കിക്കൊല്ലാം. കാരണം വിധിയെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്. പക്ഷേ വിധിക്കുന്നതിന് മുമ്പ് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് സമരം ചെയ്തു? ഞങ്ങൾക്ക് ബോംബുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ, ആറ്റം ബോംബുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ, ടോർപിഡോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ, ഇവിടുത്തെ വനഭൂമി ഞങ്ങളുടെ സൗകര്യത്തിനെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് പതിച്ചു തരണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല ആദിവാസികൾ സമരം ചെയ്തത്. ജീവിക്കാൻ വേണ്ടി, അതും കാർഷിക വൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ആ കുറച്ച് സ്ഥലത്തിന് വേണ്ടി, അതിനു വേണ്ടിയല്ലേ സമരം ചെയ്തത്? ആ സമരത്തെയല്ലേ AK ആന്റണി ഗവൺമെന്റ് ഇത്രത്തോളം മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. അതിന്റെ ബാക്കി ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ കുറേ കൂടി അതിനെ പറയാനായിട്ട് കഴിവുള്ള ആളുകൾ അത് പറഞ്ഞോളൂ. ഇതിന്റെ കൂടെ എനിക്ക് ചേർത്ത് വെച്ച് ആവശ്യപ്പെടാനുള്ള സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഏറ്റവും വലിയൊരു ആവശ്യം, ഇവിടെ രണ്ടാം ഭൂപരിഷ്കരണം കൊണ്ടുവരാനായിട്ട് UDF ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കണ്ട. ഇനി അഥവാ രണ്ടാം ഭൂപരിഷ്കരണം നിങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനം നിങ്ങൾ എടുക്കണ്ട, ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവം എന്താണെന്ന്, എങ്ങനെയാണെന്ന്, എത്രത്തോളമാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കിയത് ഇവിടത്തെ പൊതുജനത്തിന് ലഭ്യമാക്കണം. മറ്റുള്ളവർക്ക് ലഭ്യമാക്കണോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ ദലിതനും ആദിവാസിക്കും അതിൻ്റെ വ്യക്തമായ രേഖ ഞങ്ങൾക്ക് കിട്ടണം. അല്ലെങ്കിൽ പണ്ടന്ന് കാണിച്ച പോലെയുള്ള ഒരു ഭൂപരിഷ്കരണം ഉണ്ടല്ലോ, ഇല്ലേ? 10, 5, 3 അത് വേണ്ട, ആ കളി വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ചേർത്ത് പറയുകയാണ്, രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്നൊരു സംഭവത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും മറ്റ് അതിൻ്റെ സഭാ നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും കേരളത്തിലെ ദലിത് ആദിവാസി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നത്,
നിങ്ങൾക്ക് ഈ രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാനായിട്ട് പറ്റില്ല. ഞങ്ങളെ വീണ്ടും വഞ്ചിച്ച് ചതിക്കുഴിയിലേക്ക് എറിയാൻ കോൺഗ്രസ്സുകാരാ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ചരിത്രമുണ്ട്, വഞ്ചിച്ച ചരിത്രം, കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ ചേർന്ന് നിന്ന് വഞ്ചിച്ച ചരിത്രം നിങ്ങൾക്കുണ്ട്. ആ ചരിത്രം ആവർത്തിക്കാൻ ഇനി ഒരിക്കലും കേരളത്തിലെ ദലിത് ആദിവാസികൾ സമ്മതിക്കില്ല എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയ് ഭീം.